ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളുടെ വിയറ്റ്നാം ട്രിപ്പിലെ ലാസ്റ്റ് ഡേ ഞങ്ങൾ ഹൊച്ചിമിൻ സിറ്റിയിലേക്കാണ് പോയത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റാണ് ബെൻറ്റൻ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ കിട്ടാത്ത സാധനങ്ങളായി ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം. അത്രയധികം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓരോ കടകളിലും. പലതരത്തിലുള്ള സോവിനിയേഴ്സും ഗാർമെൻറ്റ്സും ഹാൻഡിക്രാഫ്റ്റ് ഐറ്റങ്ങളും പലതരം ബാഗുകളും അങ്ങനെ ഷോപ്പിങ്ങിന് പറ്റിയ ഒരു മാർക്കറ്റാണിത്. വിയറ്റ്നാമിൻ്റെ ഒരു ലോക്കൽ സ്പെഷ്യാലിറ്റിയായ സ്നേക്ക് വൈനാണ് ഞങ്ങൾ തിരഞ്ഞു നടന്നത്. ജീവനുള്ള പലതരം പാമ്പുകളെ റൈസ് വൈനിൽ ഇൻഫ്യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു തരം വൈനാണ് ഈ സ്നേക്ക് വൈൻ. ഇത് പല ഷേപ്പിലും സൈസിലും ഉള്ള ബോട്ടിലുകളിലെല്ലാം അവൈലബിൾ ആണ്. ഇതിൽ ചിലത് പല വർഷങ്ങളായി പ്രിസർവ് ചെയ്തിട്ടുള്ള പാമ്പുകളാണ്. ചൈനയിലും വിയറ്റ്നാമിലുമാണ് ഇതൊരു ട്രഡീഷണൽ ആൽക്കഹോളിക് ഡ്രിങ്കായി കാണപ്പെടുന്നത്. ഇവർ ഇതിന് പലതരം ഹെൽത്ത് ബെനിഫിറ്റ്സും മെഡിസിനൽ വാല്യൂസും ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു ബോട്ടിലിൽ ഒരു പാമ്പിനെ മുഴുവനായി പ്രിസർവ് ചെയ്ത് പല മാസങ്ങളോളം ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നു. ഈ റൈസ് വൈനിൽ കിടന്ന് മാസങ്ങളോളം ഫെർമെൻ്റ് ആയതിനു ശേഷം റിസൾട്ടിംഗ് ആയിട്ടുള്ള ആ ഒരു ബെവറേജ് ഉണ്ടല്ലോ, അതിന് ഒരു ചിക്കൻ്റെയോ ഫിഷിൻ്റെയോ ഒക്കെ ഒരു മൈൽഡ് ഫ്ലേവറോട് കൂടിയിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്കായി മാറുമെന്നാണ് ഇവർ പറയുന്നത്. പാമ്പ് മാത്രമല്ല കേട്ടോ ഇവർ ഈ വൈൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. ചില ബോട്ടിലുകളിൽ നമുക്ക് തേള്, പല്ലി, പിന്നെ പലതരം ഇൻസെക്ട്സ്, അതുപോലെ പല ഹേർബ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇവർ ഇതിൻ്റെ ഈ ഹെൽത്ത് ബെനിഫിറ്റ്സ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഈ ബോട്ടിലിൽ കാണുന്നത് പാമ്പും പിന്നെ അതിൻ്റെ ഇൻറ്റസ്റ്റൈൻസും ഒക്കെ കൂടിയുള്ള ഒരു മിക്സാണ്. ഇത് കുറേ മാസങ്ങളോളം ഫെർമെൻ്റ് ആയിട്ടാണല്ലോ ഇത് റെഡിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് ഇവർ ഇതിനെ ഒരു ഷോർട്ട് ഗ്ലാസ്സിലാണ് സാധാരണമായി കുടിക്കാറുള്ളത്. ബെൻറ്റൻ മാർക്കറ്റിലെ ഒരുപാട് കടകളിൽ ഇതുപോലെയുള്ള പലതരത്തിലുള്ള ബോട്ടിലുകളിൽ ഇങ്ങനെയുള്ള സ്നേക്ക് വൈനുകൾ വിൽക്കാൻ വെച്ചത് കണ്ടിരുന്നു. ഒരു സെക്ഷനിൽ മുഴുവനായി ഫുഡ് കൗണ്ടേഴ്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ തട്ടുകടകളെ പോലെ ഇവിടെ പല ഫുഡ് കൗണ്ടേഴ്സിലും ആളുകൾ ഇരുന്ന് ഭക്ഷണം ഫ്രഷായി പ്രിപ്പയർഡ് ആക്കിയത് കഴിക്കുന്നു. ഇവരുടെ ആഹാരത്തിൽ തന്നെ നിറയെ വെജിറ്റബിൾസും, അതായത് സാലഡ് രൂപത്തിൽ ഒരുപാട് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവർ കഴിക്കാറുള്ളത്. പിന്നെ പലതരത്തിലുള്ള സീ ഫുഡ് ഐറ്റംസ്, അതായത് കക്ക, കൊഞ്ച്, കല്ലുമക്കായ തുടങ്ങിയ എല്ലാത്തരം സീ ഫുഡും ഇവിടെ ഇവരുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കുന്നത് കാണാം. അപ്പോൾ ഷോപ്പിംഗ് ചെയ്ത് തളർന്നവർക്ക് ഇവിടെ വന്നിരുന്ന് ആഹാരവും കഴിച്ച് വീണ്ടും ഫ്രഷായി കണ്ടിന്യൂ ചെയ്യാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. ഞങ്ങളിവിടുന്ന് കുറച്ച് സൊവനിയേഴ്സൊക്കെ വാങ്ങി ഇങ്ങനെ പല കടകളിലും സ്നേക്ക് വൈൻ വെച്ചിട്ടുള്ളത് കണ്ടെങ്കിലും വില നമുക്ക് പല രീതിയിലായിട്ട് ഇവർ പറയുന്നത് കൊണ്ട് നമ്മൾ ബാർഗെയിനിങ് ഇവിടെ ഒരു പരിപാടി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. യുണീക്കായിട്ടുള്ള ഒരു ഡെക്കറേറ്റീവ് പീസായിരുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. പല യാത്രകളിലും പലതും കളക്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും ഒരു കളക്ഷനാക്കി വെക്കാം എന്നുള്ളതിൽ ഇങ്ങനെ ഒരു പീസ് കണ്ടപ്പോൾ ഇത് തന്നെ വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു. ഇതിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക്, ഇതിൽ ഒരു പാമ്പിൻ്റെ വായ തുറന്നു പിടിച്ച് തേളിൻ്റെ വാലിനെ കടിച്ചുകൊണ്ടുള്ള ഒരു രൂപത്തിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. യൂഷ്വലി ഒരു ഷോ പീസായിട്ടോ, അതായത് ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ബോട്ടിലുകളിലാണ് ഇതുപോലെ സെറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള സെറ്റപ്പ് ഒന്നും കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ഓവർ പ്രൈസാണ് അവർ പറഞ്ഞത്. പിന്നെ ബാർഗെയിനിങ് സ്കിൽസൊക്കെ നമ്മൾ മലയാളികൾക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് നല്ല രീതിയിലായിട്ട് ബാർഗെയിൻ ചെയ്ത് ഒരു റീസണബിൾ പ്രൈസിൽ ഇത് വാങ്ങിക്കാൻ പറ്റി. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷനും ക്വസ്റ്റ്യൻ മാർക്കും, ഇത് പാക്ക് ചെയ്ത് നമ്മൾ ചെക്കിനിൽ ഇട്ട് കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഇതിൽ പ്രശ്നം വരുമോ എന്നുള്ളതാണ്. ധൈര്യമായി കൊണ്ടുപോയിക്കോളൂ, ഇതിന് ഒരു പ്രശ്നവും വരില്ല എന്ന് ഇവർ ഉറപ്പ് പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഓർത്തു ഇനി എങ്ങാനും എയർപോർട്ടിൽ അവർ ഇത് ചെക്കിനിൽ വല്ല ഇഷ്യൂസും ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ എടുത്തവരുടെ കയ്യിൽ കൊടുക്കാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ധൈര്യമായിട്ട് ഇത് വാങ്ങിയത്. പക്ഷേ എയർപോർട്ടിൽ ഇതിന് യാതൊരു പ്രശ്നവുമില്ലാതെ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. എത്ര നാൾ ഇത് ദ്രവിച്ചു പോകാതെ കേടുകൂടാതെ ഇരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും
ഒരു രസം അങ്ങനെ ഞങ്ങൾ വാങ്ങി. ഇതാണ് കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് അറിയപ്പെടുന്ന ഡൂറിയാൻ. പലതരം ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ഇതുപോലെ കട്ട് ചെയ്ത് എല്ലാം പ്ലാസ്റ്റിക് പാക്കിംഗ് ഒക്കെ ചെയ്ത് വൃത്തിയായി ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടു വിൽക്കാനായിട്ട്. നല്ല പഴുത്ത പുളിയിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണിത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങാൻ നോക്കുമ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. മഴയൊന്ന് ഒതുങ്ങുന്നത് വരെ ബെൻറ്റൺ മാർക്കറ്റിൻ്റെ എൻട്രൻസിൽ തന്നെ കുറച്ച് സമയം കൂടി നിന്നു. അപ്പോൾ വിയറ്റ്നാമിലേക്ക് പോകുന്നവർ ഹോച്ചിമിൻ സിറ്റിയിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ബെൻറ്റൺ മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.